പരിപാടിയാണ്. ഗ്യാരണ്ടി ബോംബല്ല. കാർത്തിക് സുബ്രാജിന്റെ കൂടെ മാസ് പടമാണോ? മാസ് ഇഷ്യൂ നടന്നുകൊണ്ടാണോ? ഇഷ്യൂ യൂണിവേഴ്സിൽ തന്നെ പെട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാരക്ടേഴ്സ് ഇതൊക്കെ ആയിട്ട് കണക്ഷൻ വരുന്ന രീതിയിൽ ഈ സിനിമയായിട്ട് കണക്ഷൻ ഉണ്ടെന്നത് ഇൻ ഫ്യൂച്ചർ ഒരു യൂണിവേഴ്സൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് സ്റ്റോറി നടക്കുന്ന ഒരു ബേസ്ഡ് ആയിട്ടല്ല നടക്കുന്നത്. ബേസിലുണ്ടാക്കിയ ഒരു വേൾഡ് തന്നെയാണ് അവിടെ. ഗ്രാമം അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെ സെയിം വേൾഡ് തന്നെയാണ്. ഇപ്പോൾ സൽസ സംഭവം നടന്ന സെയിം കുറുക്കമ്മൂല ഗ്രാമം ഏതാ? കുറുക്കമ്മൂലയാണോ? അല്ലല്ല, അയ്യോ ഗ്രാമത്തിന്റെ പേര് ഓർമ്മ. കുറുക്കമ്മൂല അല്ല, മറ്റേ എന്താണ് മറ്റേ കുഞ്ഞിരാമായണം അതാണ്. ആ ഗ്രാമമല്ല, പുതിയൊരു ഗ്രാമമാണ്. ഓക്കെ ഓക്കെ. ധ്യാൻ ചേട്ടനല്ലേ? ബേസിന്റെ ടച്ച് ഉണ്ടോ ഇതില്? മീൻസ് ബേസിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഒരു വേൾഡ് ഉണ്ടാക്കാൻ വേണ്ടി? ഇല്ല, എന്റെ ഡയറക്ടേഴ്സ് തന്നെയാണ് സ്ക്രീൻ പ്ലേ ചെയ്തേക്കുന്നത്. ഇന്ദ്രനീൽ ആൻഡ് രാഹുൽ അവർ തന്നെയാണ് ചെയ്തേക്കുന്നത്. മാർച്ചിലല്ലേ? മെയ്യിലോ? ഫർദർ പരിപാടികൾ അറിയുന്നുള്ളൂ. ഞങ്ങളുടെ പരിപാടി ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ഒരു നാട്ടിൻപുറത്തെ ഇൻവെസ്റ്റിഗേഷനും അങ്ങനത്തെ രീതിയിലുള്ള പരിപാടികളൊക്കെ. സസ്പെൻസ് തന്നെയാണ്. നാട്ടിൻപുറം അങ്ങനത്തെ ഒരു രീതിയിലുള്ള നമുക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ നാട്ടിൻപുറം ബേസ് ചെയ്തിട്ട് അധികം സസ്പെൻസ് ത്രില്ലേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഒന്നും അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ലെന്നോ. എല്ലാ ക്യാരക്ടേഴ്സും തന്നെ ഇതുപോലെ തന്നെ കുഞ്ഞിരാമയാണോ അതിൽ അങ്ങനത്തെ രീതിയിലുള്ള ക്യാരക്ടറൈസേഷനുള്ള ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ. ധ്യാനായിട്ട് ആദ്യമായിട്ടല്ല വർക്ക് ചെയ്യുന്നത്? ധ്യാനായിട്ട് ആദ്യമായിട്ടാണ്. എങ്ങനെയാണ് ധ്യാൻ കോമ്പോ? സോഷ്യൽ മീഡിയയിൽ എന്നെ ഇതിനു മുമ്പ് അടികപ്പിയാരെ കൂട്ടമണി സിനിമയ്ക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്താണെന്ന് പ്രേമം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് കോമ്പിനേഷൻ സംഭവം ചെയ്യാൻ പറ്റുന്നത്. വേറൊരു പരിപാടിയാണ്. ഗ്യാരണ്ടി ബോംബല്ല. ഉജ്ജ്വലൻ എന്ന് പറയുന്നത് ധ്യാന്റെ കഥാപാത്രമാണ്. ഉജ്ജ്വലൻ എന്ന് പറയുന്നത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്നത് ധ്യാൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേരാണ്. ഉജ്ജ്വലന്റെ കഥയാണ് ഈ സിനിമ. കൂടെ പ്രേമം സിനിമയില് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് കോ ആക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ ചേട്ടൻ. ചേട്ടനോട് ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, നിവിൻ പോളിനെ കുറച്ച് കാലമായിട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആസ് എ ഗുഡ് ഫ്രണ്ട്, ആസ് എ സൂപ്പർ ഡ്യൂപ്പർ ആക്ടർ, ചേട്ടനിൽ നിന്ന് എന്താണ് നിവിൻ പോളിൽ നിന്ന് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? ഇനി നിവിനെ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നിവിൻ ചേട്ടന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് ചേട്ടന്റെ ഭാഗത്ത്? അങ്ങനെയല്ല, ഒരു ഉപദേശമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിവിൻ പോളി അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിവിൻ പോളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അതോടൊപ്പം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു ആക്ടർ. ഞാനും ആസ് ആൻ ഓഡിയൻസ് അവൻ്റെ പെർഫോമൻസ് വെയിറ്റിംഗ് ആണ്. ഉഗ്രൻ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈനിങ് പെർഫോമൻസ് കാണാൻ വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. അത് വൈകാതെ വരുന്നുള്ളതാണോ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ. ഇനി ഞാൻ ഒരുപാട് നല്ല സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിവിൻ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ഹോപ്പ് തരുന്നൊരു കാര്യവും പറഞ്ഞിരുന്നു. അങ്ങനെ കേട്ടു പരിപാടികൾ. ആക്ഷൻ ഹീറോ ബിജു 2 കാർത്തിക് സുബ്രാജിന്റെ കൂടെ ഒരു പടം എന്ന് പറയുന്നുണ്ട്. അത് കൺഫേം ആണ്? കാർത്തിക് ഞാൻ ഇതൊക്കെ ന്യൂസിലാണ് ഞാനും കണ്ടേക്കുന്നത്. അവനെ ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് കോണ്ടാക്ട് ചെയ്യാറില്ല. ഇല്ല, കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കും, അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. കാണാൻ പറ്റില്ല, നമ്മൾ എല്ലാവരും തിരക്കുകളില്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു അവനൊരു ബ്രേക്ക് എടുത്തിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയിൽ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് നാളുകളായിട്ട് പുറത്തേക്ക് കാണാനില്ല. ഇഷ്യൂ നടന്നുകൊണ്ടാണോ? ഇഷ്യൂ സോൾവ് ആയല്ലോ. ഇഷ്യൂ വന്നതെല്ലാം ക്ലിയറായി, എല്ലാം സോൾവ് ആയല്ലോ. ഒരു ഫേക്ക് ഇതാണെന്നുള്ളതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അത്രയുള്ളൂ. അതൊന്നൊക്കെ പറയാം. പക്ഷെ എന്താ പറയുക, ഞാൻ ആളെ വിളിച്ച സമയത്ത് അതൊരു എന്താ പറയുക, ഒരു ട്രോമ ഉണ്ട്. എന്താ പറയുക, അങ്ങനൊരു ഇത് ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്യാത്ത ഒരാളുടെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു 10 പേര് ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു 4 പേര് ചിലപ്പോൾ വിശ്വസിക്കും. മനസ്സിലായോ? ഒന്നും പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് സോൾവ് ആയി എന്നതൊന്നും അറിയില്ലായിരിക്കും. പക്ഷേ ഈ ഒരു ട്രോമയും ഇതൊക്കെ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും നിവിനാണെന്നുണ്ടെങ്കിൽ, ആർക്കായാലും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഫേസ് ചെയ്യാനതൊക്കെ ഉണ്ടാവും. റിക്കവർ ചെയ്ത പരിപാടി ഓക്കെ. ഇപ്പം എന്താ പറയുക, അങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ളത് മനസ്സിലായല്ലോ. എനിക്ക് തോന്നുന്നു ഈവൻ ഫേക്ക് അലിഗേഷൻ ആണെന്നുണ്ടെങ്കിലും കുറ്റം ചെയ്തിട്ടുള്ള ഒരാൾ പോകുന്ന അതേ വഴി കൂടി തന്നെയൊക്കെ ഇതിന് എക്സ്പ്ലനേഷൻസും ഇതൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യേണ്ടി വരും.
അങ്ങനെയാണ് എനിക്കറിയാവുന്നത്. അതായത് നമ്മൾ ഇത് അല്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഫോൾസ് അലിഗേഷൻ ആണെന്നുള്ളത് തെളിയിക്കുന്നവരെ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, ഇവിടെ ഒരു ഇതുണ്ടല്ലോ, നിയമവ്യവസ്ഥ ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ രീതികളിൽ കൂടിയൊക്കെ പോകേണ്ടി വരും. ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇവരുടെ സമയത്തിന് നമ്മൾ ചെല്ലേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അതിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ ആ ട്രോമയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം നിവിൻ്റെ അടുത്ത് മാത്രമല്ല, നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരെ ചോദിക്കുന്നുണ്ട് നിവിൻ്റെ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവന് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാർത്തിക് സുബ്രാജിന്റെ കൂടെ മാസ് പടമാണോ? മാസ് എനിക്കറിയാൻ പോലും പാടില്ല. ഈ നിങ്ങൾ എന്താ പറയുക, ഇട്ടേക്കുന്ന ന്യൂസ് തന്നെയാണ് ഞാനും കാണുന്നത്. എനിക്കും അറിയില്ല എന്താണ്, ഇതാണോ ഉറപ്പിച്ച കാര്യമാണോ അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതൊന്നും എനിക്കും വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാർത്തിക് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഇൻ ദ കൺട്രി എന്ന് പറയാം. അപ്പോൾ ആ പുള്ളിയുടെ കൂടെ അങ്ങനത്തെ ഒരു സിനിമ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വരട്ടെ. ഈ വർഷം സുചേട്ടൻ്റെ ഏതെങ്കിലും പടം റിലീസുണ്ട്? ഉണ്ട്, ഒരു 3 സിനിമകൾ റിലീസുണ്ട്. ഉജ്വലിനുണ്ട്, അതുപോലെ തന്നെ ജഗൻ ഷാജി കൈലാസ് ചെയ്ത് ഇത് പോലീസ് സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയുണ്ട്. പിന്നെ വിനയൻ സാറിൻ്റെ സിനിമ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. വിനയൻ സാറിന്റെ ഫിലിം അത്ഭുത ദ്വീപ് 2. അത്ഭുത ദ്വീപ് 2 അല്ല, ഇത് വേറൊരു സിനിമ. അത്ഭുത ദ്വീപ് 2 ഉണ്ണിയായിട്ടാണ് സാറ്, ഉണ്ണിമുന്തനായിട്ടാണ് സാറ് അനൗൺസ് ചെയ്തത്. അത് അഭിലാഷ് പിള്ള റൈറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പരിപാടി. അതിന് മുന്നേ വേറെ പടം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അതെ, അതാണ് ഈ സിനിമ. എൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഫൈനലൈസ്ഡ് ആവുന്നുള്ളൂ. എൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഏപ്രിൽ മെയ്യോടുകൂടി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കും.